ലൈഫിൽ ഒരിക്കലെങ്കിലും സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഒരു ട്രിപ്പ് പോകണം. അങ്ങനെ നമുക്കറിയാത്ത നമ്മളെ അറിയാത്ത ഒരു കൂട്ടം ആൾക്കാരായിട്ട് ഞാനൊരു മേഘാലയ ട്രിപ്പ് തന്നെ അങ്ങ് പ്ലാൻ ചെയ്തു. നമ്മുടെ മീരയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് മീരയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. മേഘാലയയിലേക്ക് ഒരുപാട് ട്രാവൽ ടീമിനെ കൊണ്ടുപോയിട്ടുള്ള മാപ്പ് ഓഫ് കാട്ടാളൻ ടീമായിട്ടാട്ടോ ഞാൻ പോകുന്നത്. അങ്ങനെ 2.5 ദിവസത്തെ ഒരു നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഗുവാഹത്തി ലാൻഡ് ചെയ്ത് ഇന്ന് നമ്മൾ നേരെ പോകുന്നത് മേഘാലയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഷില്ലോങ്ങിലേക്കാണ്. മേഘാലയ ലാൻഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫുഡിങ് സ്പോട്ടിലേക്കാട്ടോ നമ്മളീ പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തു. അതിൽ ബിരിയാണി, ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബിരിയാണി വെച്ച് ബാക്കി എല്ലാം ഇഷ്ടമായി. പിന്നെ നമ്മൾ നേരെ പോയത് ഷില്ലോങ്ങിൽ തന്നെ ഒരു സീനിക് സ്പോട്ടായ ഉമ്മിയം ലേക്കിലേക്കാണ്. അവിടെ എത്തി കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങി, തണുപ്പൊക്കെ അങ്ങ് കയറി തുടങ്ങി. അങ്ങനെ വൈകാതെ മേഘാലയയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് മഴയും പെയ്തു. ഷില്ലോങ്ങിലേക്ക് അങ്ങ് എത്തിയപ്പോൾ എന്നെ ഏറ്റവും ഹാപ്പി ആക്കിയത് ഈ സിറ്റിയുടെ ഇത്ര ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. പണ്ട് സ്കൂളിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ വാലീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയല്ലോ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ആൻഡ് ഇന്ന് when I get to see it for real, you can imagine how exciting it was. ഇനി ഷില്ലോങ്ങിൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാണ് പോലീസ് ബസാർ. അവിടേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോയത്. ഇനി അവിടുന്ന് എന്തൊക്കെ മേടിച്ചു, എത്രയൊക്കെ റേറ്റ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് എന്റെ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം കേട്ടോ. മീരയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് മീരയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോകും. ഇത് കേക്ക് കുടിക്കാനാ ദീപം അങ്ങനെ ഓർക്കാപ്പുറത്ത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയും കൂടി ആഘോഷിച്ചിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ. നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലായ ചിക്കൻ താലി ആയിരുന്നു കേട്ടോ ഡിന്നറിന്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേനെ പറ്റി പറയുകയാണെങ്കിൽ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ് ട്രെക്കിങ്ങിനാണ് പോണത്. അതൊരു യമണ്ടൻ ട്രെക്കിംഗ് തന്നെയാണ്. അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ വിശദമായി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ പറയാം. അപ്പൊ സീ യു, ബൈ.